നമസ്കാരം. കുറച്ചു കാലമായി കേട്ടുവരുന്ന ഒരു സംഗതിയാണ് മാഗ്നറ്റിക് തെറാപ്പി എന്നത്. മാഗ്നറ്റിക് ബാൻഡ്, ബയോമാഗ്നറ്റിക് വാട്ടർ എനർജി പാഡ് എന്ന് തുടങ്ങി മാഗ്നറ്റിക് കിടക്ക വരെയാണ് MLM മാതൃകയിൽ നമ്മുടെ നാട്ടിൽ വിറ്റഴിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. തുടക്കത്തിലെ തന്നെ പറയട്ടെ, ശുദ്ധ തട്ടിപ്പാണിത്. പലരും ഇത്തരം ബദൽ ചികിത്സാ മാർഗങ്ങളിലുള്ള അന്ധമായ വിശ്വാസം കൊണ്ടും അജ്ഞത കൊണ്ടും ഇതിന്റെ ഏജന്റുമാരുടെ വാക്കുകളിൽ വീണുപോയുമൊക്കെയാണ് ഇത് വാങ്ങി ഉപയോഗിക്കുന്നത്. MLM മാതൃകയിലാണ് പൊതുവെ ഇതിന്റെ ഒരു കച്ചവടം എന്നതിനാൽ ബന്ധുവിന്റെയോ സുഹൃത്തിന്റെയോ ഒക്കെ പ്രേരണയ്ക്ക് പുറത്ത് അവരെ വെറുപ്പിക്കേണ്ടല്ലോ എന്ന് കരുതി വാങ്ങുന്നവരും ഉണ്ട്. ഈ ഉഡായിപ്പ പരിപാടിയെക്കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോ. നിങ്ങളുടെ ബന്ധുക്കളോ സുഹൃത്തുക്കളോ ഈ മാഗ്നറ്റിക് തെറാപ്പിയുടെ ആളുകളാണെങ്കിൽ അവർക്ക് ഈ വീഡിയോ മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കണം. വിവിധ രോഗങ്ങൾക്കുള്ള ഒരു ബദൽ ചികിത്സകളായി തന്നെ ഈ മാഗ്നറ്റിക് തെറാപ്പിയും മാഗ്നറ്റിക് ബാൻഡുകളും ഒക്കെ മാറുന്നു എന്നത് അപകടകരമാണ്. പ്രഷറിനും ഷുഗറിനും ഒക്കെ മരുന്ന് കഴിക്കുന്ന രോഗികൾ ഈ തട്ടിപ്പുകാരുടെ വാക്കും കേട്ട് മരുന്നുകൾ ഉപേക്ഷിച്ച് മാഗ്നറ്റിക് ബാൻഡും കെട്ടി നടന്നാൽ പെട്ടെന്ന് തട്ടിപ്പോകുമെന്ന് ഉറപ്പാണ്. ഈ ഉൽപ്പന്നങ്ങൾക്ക് വേദന ഒഴിവാക്കാനും രക്തചംക്രമണം മെച്ചപ്പെടുത്താനും രോഗങ്ങൾ പോലും സുഖപ്പെടുത്താനും കഴിയുമെന്നാണ് ഇതിന്റെ പ്രചാരകർ അവകാശപ്പെടുന്നത്. ഈ അവകാശവാദങ്ങൾ ശാസ്ത്രീയമായി ഒരിക്കൽ പോലും തെളിയിക്കപ്പെട്ടിട്ടില്ല എന്ന് മാത്രമല്ല, ഇത് തട്ടിപ്പാണെന്ന് വ്യക്തമാവുകയും ചെയ്തിട്ടുള്ളതാണ്. നമ്മുടെ നാട്ടിൽ എന്തുടായ്പ സാധനവും വിൽക്കാൻ ഉപയോഗിക്കുന്ന ഒരു തന്ത്രമാണ് ഈ സാധനത്തിന് വിദേശ രാജ്യങ്ങളിലൊക്കെ വലിയ ഡിമാൻഡാണ് എന്നൊക്കെ പറയുന്നത്. അമേരിക്കയിലൊക്കെ ഭയങ്കര സംഭവമാണ് ഈ മാഗ്നറ്റിക് തെറാപ്പി എന്നൊക്കെയാണ് ഇവർ അവകാശപ്പെടുന്നത്. ഭയങ്കര നുണയാണിത്. സത്യത്തിൽ വിവിധ രാജ്യങ്ങളിൽ അവിടങ്ങളിലുള്ള റെഗുലേറ്ററി അതോറിറ്റികൾ ഈ മാഗ്നറ്റിക് തെറാപ്പിക്കെതിരെ നിയമപരമായ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. അതാണ് വസ്തുത. ഉദാഹരണത്തിന് അമേരിക്കയിലെ US ഫെഡറൽ ട്രേഡ് കമ്മീഷൻ, അതായത് FTC, ഈ മാഗ്നറ്റിക് തെറാപ്പി ഉൽപ്പന്നങ്ങൾക്കെതിരെ കൃത്യമായ മുന്നറിയിപ്പുകൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഇവരുടെ മെഡിക്കൽ ബെനിഫിറ്റ് സംബന്ധിച്ചുള്ള അവകാശവാദങ്ങളെല്ലാം ഫെഡറൽ ട്രേഡ് കമ്മീഷൻ നിഷേധിച്ചിട്ടുള്ളതാണ്. ഇങ്ങനെ തെറ്റായ മെഡിക്കൽ ബെനിഫിറ്റ്സ് അവകാശവാദങ്ങൾ ഉന്നയിക്കുന്ന കമ്പനികൾക്കെതിരെ FTC നിയമ നടപടി സ്വീകരിച്ചിട്ടുമുണ്ട്. അതായത് അവിടെ ഈ മാഗ്നറ്റിക് ബാൻഡൊക്കെ വല്ല ഫാൻസി ആഭരണമാണ് എന്നൊക്കെ പറഞ്ഞ് വിൽക്കാം. അതല്ലാതെ ഇത് കയ്യിൽ കെട്ടിയാൽ ബ്ലഡ് പ്രഷർ കുറയുമെന്നൊക്കെ പറഞ്ഞാൽ അഴി എണ്ണേണ്ടി വരും എന്നർത്ഥം. 2001 ബയോമാഗ്നറ്റിക് ട്രീറ്റ്മെന്റ് സിസ്റ്റംസ് BMTC എന്ന ഒരു മാഗ്നറ്റിക് തെറാപ്പി ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന ഒരു കമ്പനിക്കെതിരെ ക്രിമിനൽ കുറ്റങ്ങൾ ചുമത്തി നടപടിയെടുത്തിരുന്നു. റിച്ചാർഡ് മാർക്കോൾ, അദ്ദേഹത്തിന്റെ ഭാര്യ ഏണസ്റ്റിൻ, ഡേവിഡ് ട്രോക്ക് എന്നിവരെ പൾസ്ഡ് മാഗ്നറ്റിക് തെറാപ്പി ഉൾപ്പെടുന്ന ഒരു പരിപാടിയുമായി ബന്ധപ്പെട്ടാണ് പിടികൂടിയത്. ഇതെല്ലാം നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഫോണിൽ ഒന്ന് ഗൂഗിൾ ചെയ്താൽ തന്നെ ലഭ്യമാകുന്ന വിവരങ്ങളാണ്. അതായത് ഈ ഉഡായിപ്പ് മാഗ്നറ്റിക് തെറാപ്പി ഉൽപ്പന്നങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നത് മിക്ക വികസിത രാജ്യങ്ങളിലും ക്രിമിനൽ കുറ്റമാണ്. മാഗ്നറ്റിക് തെറാപ്പി എന്നത് അജ്ഞരായിട്ടുള്ള ഇത്തരം മണ്ടത്തരങ്ങൾ വിശ്വസിക്കുന്ന ആളുകളെ ചൂഷണം ചെയ്ത് കാശുണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഒരു തന്ത്രം മാത്രമാണ് എന്ന് മനസ്സിലാക്കുക. സ്കൂളുകൾ മുതൽ നമ്മൾ മാഗ്നറ്റുകളെ കുറിച്ചും ഈ കാന്തിക തരംഗങ്ങളെ കുറിച്ചുമൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. അവിടെ എവിടെയെങ്കിലും കാന്തത്തിന് രോഗം മാറ്റാൻ കഴിവുണ്ടെന്ന് നമ്മൾ പഠിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. വിദ്യാഭ്യാസം എന്നത് ജോലി നേടാൻ മാത്രമുള്ള ഒരു പരിപാടിയല്ല. ജീവിതം മെച്ചപ്പെടുത്താനും ഇത്തരം തട്ടിപ്പുകളിൽ നിന്ന് രക്ഷപ്പെടാനും കൂടിയുള്ള അറിവുകൾ നേടൽ കൂടിയാണ്. അത് യഥാരീതിയിൽ ഉപയോഗിക്കുകയാണ് വേണ്ടത്. ഈ മാഗ്നറ്റിക് തെറാപ്പി പ്രാചീനമായ ചികിത്സാ രീതിയാണ്, ഇത് പാരമ്പര്യമായി വികസിച്ച് വന്നതാണ് എന്നൊക്കെ ഇതിന്റെ ഈ കച്ചവടക്കാർ തള്ളിമറിക്കും. സംഭവം ശരിയാണ്. കാന്തങ്ങളുടെ രോഗശാന്തി ശക്തികളിൽ വിശ്വസിച്ചിരുന്ന ഈജിപ്തുകാർ, ഗ്രീക്കുകാർ തുടങ്ങിയ പുരാതന നാഗരികതകളിലൊക്കെ ഈ പരിപാടി ഉണ്ടായിരുന്നു. പരസ്പരം ആകർഷിക്കുകയും വികസിക്കുകയും ഇരുമ്പിൽ ഒട്ടുകയും ഒക്കെ ചെയ്യുന്ന കാന്തിക ബലമുള്ള കല്ലുകൾക്ക് എന്തോ ഒരു ദിവ്യശക്തി ഉണ്ടെന്ന് അവർ കരുതി. അത്രയേ ഉള്ളൂ. അതല്ലാതെ വേറെ ഒരു കാര്യവും, ഒരു മെഡിക്കൽ ഗുണമൊന്നും ഇതിലില്ല. വെറും വിശ്വാസം മാത്രമാണല്ല. 18ാം നൂറ്റാണ്ടിൽ ഓസ്ട്രിയൻ കപട ചികിത്സകനായ ഫ്രാൻസ് മെസ്മർ എന്ന കക്ഷി മൃഗകാന്തികത എന്നൊരു പരിപാടി കൊണ്ടുവന്നു. കാന്തിക ക്ഷേത്രങ്ങൾക്ക് ശരീരത്തിന്റെ ആരോഗ്യത്തെ സ്വാധീനിക്കാൻ കഴിയുമെന്ന് അവകാശപ്പെടുന്നത് ഇയാളാണ്. ഒരു അവകാശവാദം എന്നതിനപ്പുറത്ത് ശാസ്ത്രീയമായ തെളിവുകളൊന്നും അന്നേ ഇല്ലായിരുന്നു. കാന്തങ്ങൾക്ക് ശരീരത്തിന്റെ വൈദ്യുത കാന്തിക മണ്ഡലത്തെ സ്വാധീനിക്കാൻ കഴിയുമെന്നും അതുവഴി രോഗശാന്തി പ്രോത്സാഹിപ്പിക്കപ്പെടുമെന്നും വേദന ലഘൂകരിക്കാമെന്നും ഒക്കെയാണ് ഇവർ പറയുന്നത്. ഇനി അങ്ങനെ സാധിക്കുമെന്ന് തന്നെ ഇരിക്കട്ടെ,
ഇത്രയും വലിയ മനുഷ്യന്റെ ശരീരത്തിൽ ഒരു ചെറിയ കാന്തം കെട്ടിത്തൂക്കിയാൽ അത് എന്ത് സ്വാധീനമുണ്ടാക്കാനാണ്? ഇത് മുഴുവൻ മണ്ടത്തരമാണ്. ശരീരത്തിന് അങ്ങനെ ഈ വൈദ്യുത കാന്തിക മണ്ഡലമൊന്നുമില്ല. ഓക്സിജൻ വഹിക്കുന്ന രക്തത്തിലെ പ്രോട്ടീനായ ഹീമോഗ്ലോബിൻ വളരെ ദുർബലമായ ഒരു ഡയാമാഗ്നറ്റിക് അല്ലെങ്കിൽ പാരാമാഗ്നറ്റിക് ആണ്. എന്നാൽ അതിനെ സ്വാധീനിക്കാനൊന്നും ഈ കാന്തങ്ങൾക്ക് ആവില്ല എന്നതാണ് വസ്തുത. അങ്ങനെയെങ്കിൽ നമ്മുടെ മൊബൈൽ ഫോണിലോ അതല്ലെങ്കിൽ വീഡിയോകളിലൊക്കെയുള്ള സ്പീക്കറുകളിലോ ഒക്കെയുള്ള കാന്തങ്ങൾ നമ്മുടെ ശരീരത്തിന്റെ ഘടനയെ തന്നെ മാറ്റിമറിച്ചേനെ. ഈ കാന്തിക ക്ഷേത്രങ്ങൾ രക്തചംക്രമണം വർദ്ധിപ്പിക്കുന്നു, വീക്കം കുറയ്ക്കുന്നു, അല്ലെങ്കിൽ ഈ പരിക്കുകൾ അല്ലെങ്കിൽ മുറിവുകളൊക്കെ ഉണങ്ങുന്നത് മാറുന്നത് വേഗത്തിലാക്കുന്നു എന്നൊക്കെയാണ് ഇവർ പറയുന്നത്. ശരീരത്തിൽ ഉണ്ടാകുന്ന ചെറിയ വീക്കങ്ങൾ, മുറിവുകളൊക്കെ സ്വയം ഉണങ്ങാനുള്ള സംവിധാനം നമ്മുടെ ശരീരത്തിൽ തന്നെ ഉണ്ട്. കിച്ചണിൽ പച്ചക്കറി വെട്ടുമ്പോൾ തൊലിപ്പുറത്തുണ്ടാകുന്ന മുറിവ് 2 ദിവസം കൊണ്ട് ശരീരം തന്നെ ഉണക്കും. അതിന് കൈത്തണ്ടയിൽ ഒരു കാന്തമൊന്നും കെട്ടിത്തൂക്കണമെന്നില്ല. എനിക്ക് മുറിവുണങ്ങി എന്നൊക്കെ ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അത് വെറും പ്ലാസിബോ എഫക്റ്റ് മാത്രമാണ്. ഒരു ഉദാഹരണം കൂടി പറയാം. വെറും ഉദാഹരണമല്ല, ഒരു കുപ്രസിദ്ധ ഉദാഹരണം തന്നെയാണിത്. ഒവയാൽഗോ അയൺ റിസ്റ്റ് ബാൻഡ് എന്ന ഒരു പരിപാടി, ഈ പറഞ്ഞ കാന്തിക സാധനം തന്നെ, ഇത് സോഷ്യൽ മീഡിയയിലും വ്യാജ ആരോഗ്യ വെബ്സൈറ്റുകളിലും ഒക്കെ വ്യാപകമായി പ്രചരിച്ചിരുന്നു. നെഗറ്റീവ് അയോണുകളും നിർദ്ദിഷ്ട വൈദ്യുത കാന്തിക ആവൃത്തികളും പുറപ്പെടുവിച്ച് ഇത് ഉപയോഗിക്കുന്ന ആളുകളുടെ ശരീരഭാരം വേഗത്തിൽ കുറയ്ക്കാൻ ഉള്ള ഒരു അയൺ തെറാപ്പി ഉപയോഗപ്പെടുത്തുന്നുണ്ടെന്നൊക്കെയായിരുന്നു ഇവരുടെ അവകാശവാദം. ഉപഭോക്താക്കളെ ആകർഷിക്കാൻ ഇവർ ചെയ്തത് ഈ ബാൻഡ് കെട്ടുന്നതിന് മുമ്പ്, ബാൻഡ് കെട്ടിയ ശേഷം എന്ന രീതിയിൽ തടിയുള്ള ആളിന്റെ ഫോട്ടോയും അയാൾ മെലിഞ്ഞിട്ടുള്ള ഒരു ഫോട്ടോയും ഒക്കെ ഉപയോഗിച്ചാണ് ഇവർ ഇത് മാർക്കറ്റ് ചെയ്തത്. ഇതൊക്കെ കണ്ട് കുറെ പേർ തടി കുറക്കാൻ ഈ സാധനം വാങ്ങി. എന്നാൽ പിന്നീട് നടന്ന അന്വേഷണത്തിൽ നിന്ന് കണ്ടെത്തിയത് ഈ ഫോട്ടോകളൊക്കെ തന്നെ ഉഡായിപ്പായിരുന്നു എന്നാണ്. ഈ റിസ്റ്റ് ബാൻഡ് എന്ന് പറഞ്ഞ സാധനം ചൈനയിൽ നിന്നുള്ള വില കുറഞ്ഞ സ്റ്റെയിൻലെസ് സ്റ്റീൽ ബ്രേസ്ലെറ്റ് ആയിരുന്നു, ഒരു ഫാൻസി ഐറ്റം. ഇവന്മാർ ഇത് റീപാക്ക് ചെയ്ത് മാഗ്നറ്റിക് തെറാപ്പി, അയൺ തെറാപ്പി എന്നൊക്കെ പറഞ്ഞ് വലിയ വിലയ്ക്ക് വിൽക്കുകയായിരുന്നു. അതുപോലെ മറ്റൊരു മാഗ്നറ്റിക് ബാൻഡാണ് ബിയാൻകാറ്റ് ഡിവൈസ്. ലിംഫറ്റിക് ഡ്രെയിനേജ് സജീവമാക്കൽ, മെറ്റബോളിസം വർദ്ധിപ്പിക്കൽ തുടങ്ങി വൻ ഉഡായിപ്പ് അവകാശവാദങ്ങളുമായാണ് ഈ സാധനം മാർക്കറ്റിലെത്തിയത്. ഇതെല്ലാം പൊള്ളയാണെന്ന് പിന്നീട് കണ്ടെത്തുകയുണ്ടായി. ഈ വീഡിയോയുടെ താഴെ പോലും പലരും എനിക്ക് എന്റെ രോഗം ഭേദമായി, എന്റെ ഭാര്യയുടെ വേദന കുറഞ്ഞു, എന്റെ ഭർത്താവിന്റെ അസുഖം മാറി എന്നൊക്കെ പറഞ്ഞ് കമന്റ് ഇടാൻ സാധ്യതയുണ്ട്. കാന്തിക തെറാപ്പി തട്ടിപ്പുകളുടെ വിജയത്തിന് പങ്കുവഹിക്കുന്ന ഒരു പ്രധാന ഘടകമാണ് ഇത്തരം സാക്ഷ്യം പറച്ചിലുകൾ. നിരവധി മാനസിക ഘടകങ്ങളാണ് ഇതിന് കാരണമാകുന്നത്. അതല്ലാതെ ഒരു ശാസ്ത്രീയതയും ഇതിലൊന്നുമില്ല. ഒന്നാമതായി, പ്ലാസിബോ എഫക്റ്റ് ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. ഒരു ചികിത്സ ഫലപ്രദമാകുമെന്ന് വ്യക്തികൾ വിശ്വസിക്കുമ്പോൾ ചികിത്സ തന്നെ ഫലപ്രദമല്ലെങ്കിൽ പോലും അവരുടെ ലക്ഷണങ്ങളിൽ ഒരു പുരോഗതി അനുഭവപ്പെട്ടേക്കാം, ഒരു ഫീൽ ഉണ്ടായേക്കാം. ഇതൊരു പോസിറ്റീവ് ഫീഡ്ബാക്ക് ലൂപ്പ് സൃഷ്ടിക്കും. ഇത് ഉൽപ്പന്നത്തിന്റെ ഫലപ്രാപ്തിയിലുള്ള ആളുകളുടെ വിശ്വാസം ശക്തിപ്പെടുത്തും. ഈ ദിവ്യാത്ഭുത രോഗശാന്തിയൊക്കെ കണ്ടിട്ടില്ലേ, അതൊക്കെ ഈ ഒരു മോഡലാണ്. അങ്ങനെ രോഗം മാറിയെന്ന് വിശ്വസിച്ച് ചികിത്സ തുടരാതിരിക്കുകയും ഇത് കുറച്ചുനാൾ കഴിയുമ്പോൾ അവസ്ഥ സങ്കീർണമാക്കുകയും ചിലപ്പോൾ ആള് തന്നെ തട്ടിപ്പോകുന്ന അവസ്ഥ ഉണ്ടാക്കുകയും ഒക്കെ ചെയ്യും. രണ്ടാമതായി, സങ്കീർണമായ ആരോഗ്യ പ്രശ്നങ്ങൾക്കുള്ള ലളിതമായ പരിഹാരം എന്ന് കേൾക്കുമ്പോൾ തന്നെ ആളുകൾ വീണുപോകുന്നതാണ് ഒരു സംഭവം. പ്രഷറിനും ഷുഗറിനും ഒക്കെ മരുന്ന് കഴിക്കാൻ മടിയുള്ളവരൊക്കെ ഇതിൽ വീഴും. ഇതൊക്കെ മരുന്ന് കഴിക്കുന്നതൊക്കെ മോശമാണെന്നുള്ള ചിന്തയൊക്കെയുള്ള ആളുകളാണെങ്കിൽ വളരെ വേഗം ഒരു ചെറിയ കയ്യിൽ കെട്ടാവുന്ന ഉപകരണം ഉപയോഗിക്കുമ്പോൾ അത് ഉപയോഗിക്കുന്നതിന് വേദനയൊന്നുമില്ല എന്നൊക്കെ ആശയത്തിലേക്ക് പലരും ആകർഷിക്കപ്പെടുന്നു. എളുപ്പത്തിലുള്ള പരിഹാരത്തിനായുള്ള ഈ ആഗ്രഹം വ്യക്തികളെ മാഗ്നറ്റിക് തെറാപ്പി പോലുള്ള ഉൽപ്പന്നങ്ങളുടെ അവകാശവാദങ്ങൾക്ക് കൂടുതൽ ഇരയാക്കുന്നു. മാഗ്നറ്റിക് തെറാപ്പി തട്ടിപ്പുകളുടെ പ്രധാന ഉദ്ദേശം സാമ്പത്തിക ചൂഷണം തന്നെയാണ്. അത്ഭുതകരമായ ആരോഗ്യ ആനുകൂല്യങ്ങളൊക്കെ വാഗ്ദാനം ചെയ്ത് വില കൂടിയ ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ ആളുകളെ ഇവർ ഇങ്ങനെ ആകർഷിക്കുന്നു, പ്രോത്സാഹിപ്പിക്കുന്നു. ഈ 5 രൂപയുള്ള ചൈനീസ് റിസ്റ്റ് ബാൻഡ് 500-നോ 5000-നോ ഒക്കെ വിൽക്കുന്നു. ഒവയാൽഗോ അയൺ റിസ്റ്റ് ബാൻഡിന്റെ കാര്യം തന്നെ നമുക്ക് എടുക്കാം. ഇതുണ്ടാക്കാൻ വളരെ തുച്ഛമായ, അതായത് ഏതാനും സെന്റുകൾ ഒക്കെയാണ് മുതൽ മുടക്കുണ്ടായിരുന്നത്. ഇത് അവർ വിറ്റുകൊണ്ടിരുന്നത് $59. അതായത് ഇന്ത്യൻ രൂപയിൽ നോക്കുകയാണെങ്കിൽ ഏതാണ്ട് 5000-ലധികം രൂപയാണ് അവർ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. മാഗ്നറ്റിക് തെറാപ്പി ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നത് കൊണ്ട് പൊതുവെ എന്തെങ്കിലും പ്രശ്നമോ സൈഡ് എഫക്റ്റോ ഒന്നും ഉണ്ടാവാറില്ല. പക്ഷെ അത് മറ്റൊരു രീതിയിൽ പണിതരും. അത് ഉപയോഗിക്കുന്നവർ അവരുടെ ശരിയായ വൈദ്യ ചികിത്സ തേടുന്നത് ഒഴിവാക്കും. ഇത് രോഗം വഷളാക്കുന്നതിനും
ഗുരുതരമായ ആരോഗ്യ സങ്കീർണതകൾക്കുമൊക്കെ കാരണമായേക്കാം. ചിലപ്പോൾ മരണം തന്നെ സംഭവിച്ചേക്കാം. മാത്രമല്ല, മാഗ്നറ്റിക് തെറാപ്പി ഉൽപ്പന്നങ്ങൾ നൽകുന്ന തെറ്റായ ഒരു സുരക്ഷിതത്വ ബോധത്തിൽ മറ്റുള്ള ആരോഗ്യക്രമങ്ങളിലൊന്നും ശ്രദ്ധ വെക്കാതെ നടക്കുന്ന ആളുകളുമുണ്ട്. ഭക്ഷണക്രമം മെച്ചപ്പെടുത്തുകയോ വ്യായാമം ചെയ്യുകയോ പോലുള്ള കാര്യങ്ങളൊന്നും പലരും ചെയ്യില്ല. അങ്ങനെ ആരോഗ്യമുള്ള മനുഷ്യൻ കയ്യിൽ കെട്ടിയ റിസ്റ്റ് വാച്ചിനെയും വാട്ടർ ബോട്ടിലിൽ ചുറ്റിയ പാഡിനെയും ഒക്കെ വിശ്വസിച്ച് ഉള്ള ആരോഗ്യം കൂടി കളയും. ഇത് വിൽക്കാൻ നടക്കുന്ന ആളുകൾ ഈ കാന്തത്തിന്റെ ഗ്രീക്ക് പേരുകൾ, ലാറ്റിൻ പേരുകളൊക്കെ ആണ് സാധാരണ പറഞ്ഞു കേട്ടിട്ടുള്ളത്. ഇത് ഓർഡിനറി കാന്തമല്ല എന്നൊക്കെ പറയാനാണ് ഇങ്ങനെയൊക്കെയുള്ള പേരുകളൊക്കെ പറയുന്നത്. മാമുക്കോയ ഒരു സിനിമയിൽ അള്ളാ ഞമ്മൾ ഓംലെറ്റ് എന്ന് പറയുന്നുണ്ട്. അതുപോലെ ഈ സംഗതി സാധാരണ കാന്തം തന്നെയാണ്, സ്പീക്കറിന്റെ പുറകിലൊക്കെ കാണുന്ന അതേ കാന്തം. എന്തായാലും തട്ടിപ്പുകളിലും വെട്ടിപ്പുകളിലും വീഴാതെ ആരോഗ്യകരമായി ജീവിക്കാനും ശരിയായ ചികിത്സാ മുറകൾ ശീലിക്കാനും എല്ലാവർക്കും സാധിക്കട്ടെ. മറ്റൊരു വിഷയവുമായി കാണുന്നതുവരെ നന്ദി, നമസ്കാരം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒപ്പം ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഈ വീഡിയോ സംബന്ധിച്ച നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. വാർത്താ നെക്സ്റ്റിന്റെ എല്ലാ വീഡിയോയും മറക്കാതെ കാണാൻ നിങ്ങൾ ശ്രദ്ധിക്കുമല്ലോ.